നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതുവരെ നിന്റെ ഭാര്യയല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? എന്താ അങ്ങനെയല്ലേ? അവളും മെഡിക്കാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരൊപ്പിടാൻ പോലും അറിയാത്ത നീ അവളുടെ ബലത്തിലല്ലേ MD ആയത്. നീ സംസാരിച്ച ശരിയാവില്ല. ഞാൻ സംസാരിച്ചോളാം. അതല്ലേ വേണ്ടെന്ന് പറഞ്ഞില്ലേ? KR ഗ്രൂപ്പ് ആരാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം സാറേ. ചതിക്കും വഞ്ചനയ്ക്കും നിങ്ങൾ എന്നും ഒന്നാം സ്ഥാനക്കാരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ പൊണ്ണത്തടിയനെയാണോ നിങ്ങൾ കമ്പനിയുടെ MD ആക്കിയിരിക്കുന്നത്? വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇവൻ എന്ത് ചെയ്യാനാ? വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണേ. എന്ത് സൂക്ഷിക്കാനാ? ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഈ സമ്പാദിച്ച് കൂട്ടുന്നേ? ഈ പൊണ്ണത്തടിയനാണെങ്കിൽ ഇതുവരെ കുട്ടികൾ പോലും ഉണ്ടായിട്ടില്ല. വേണ്ട. ഹേ മിസ്റ്റർ, മൈൻഡ് യുവർ വേർഡ്സ്. ഇല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ രൂക്ഷമായിരിക്കും. പ്ലീസ്. അതിനുള്ള മറുപടി പറയാൻ അവൻ അറിയണ്ടേ? അതുകൊണ്ട് എഴുന്നേറ്റ് പോയത്. കുടിക്കുമോളെ. ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് കോളേജിൽ പോണ്ടല്ലോ. നീ എന്താ മോളെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ? വണ്ടി കയറി പോണോന്നോ? എങ്ങോട്ട്? ആദ്യം ഇപ്പൊ വീണതിന്റെ മുറിവൊക്കെ ഒന്ന് കരിയട്ടെ, എന്നിട്ട് പോകാം. ഓ, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഇനി മുതല് മോള് ബസ്സിൽ പൊക്കോളാന്ന് അല്ലേ? എന്റെ പൊന്നു മോളെ, എനിക്ക് നീ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അത് ശരി, ഇതാണോ ഇത്രയും നേരം കൊണ്ട് നീ പറഞ്ഞോണ്ടിരുന്നേ? റോഡിലൊക്കെ നടക്കുമ്പോ ഒന്ന് നോക്കി നടക്കണ്ടേ മോളെ? കണ്ണും മൂക്കും ഇല്ലാത്ത പോക്കാ ഓരോരുത്തന്മാര് പോകുന്നത്. അയ്യോ, ചിറ്റെപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് കുറെ കാലമായി. നീ ഇപ്പോഴും ഇവിടെ തന്നെയാണോ? നിനക്കൊരു വീട് വെച്ച് ഇവിടുന്ന് മാറാറായില്ലേ ഗീതമ്മേ? എന്തിനാ ഗീതമ്മ വേറെ വീട് വെച്ച് മാറുന്നത്? ഇത് ഗീതമ്മയുടെ വീട് തന്നെയല്ലേ? എല്ലാം നമ്മുടേതാണെന്ന് കരുതുമ്പോഴും ചിലതൊന്നും നമ്മുടേതൊന്നും അല്ല സുമംഗലേ. നമ്മുടേതാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മാത്രമായിട്ടുള്ളതാ. അല്ല, നിന്റെ മോളെവിടെ? ഇവിടെ ഉണ്ട്. ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ടൊരു കൊച്ചേ? ഞാൻ പറയുന്നത് വല്ലതും നിനക്ക് മനസ്സിലാവോ? ഞാൻ ചിറ്റയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട, എനിക്ക് ഉടനെ പോണം. ഇവളെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാ ഞാൻ. കാറിടിച്ചതിന്റെ വലിയ പരുക്കൊന്നും കാണാനില്ലല്ലോ. എന്താ എന്താടി സുമംഗല ഇവള് പറയുന്നത്? അത് മുറിവ് അവളുടെ നെറ്റിയിൽ മാത്രമാണെന്ന് അവള് പറയുന്നത്. അല്ലെങ്കിൽ ഈ ആംഗ്യ ഭാഷയൊന്നും എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും വേറെ കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. അല്ല സുമംഗലേ, ഞാൻ മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക,
വയ്യാത്ത ഈ കൊച്ചിനെ കോളേജിൽ വിടേണ്ട വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? വായിക്കാനോ പറയാനോ പറ്റാത്ത ഇവളെ എന്തിനാ സുമംഗലെ നീ കോളേജിൽ വിടുന്നേ? അവൾക്ക് വായിക്കാനൊക്കെ പറ്റും, അത് മനസ്സിലാണെന്നേ ഉള്ളൂ, കേൾക്കാനും പറ്റും. ആ എന്നിട്ടാണോ എവളി കയ്യും കാലും എടുത്ത് പൊക്കി കാണിച്ച് ഇങ്ങനെ കാര്യം പറയുന്നത്? എടി ഗീതമ്മേ, നിനക്കോ വിവരമില്ല. എന്നാ പിന്നെ ഈ സുമംഗലെയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണ്ടേ? ഇവളെ പഠിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ? ഇത്രയൊക്കെ പഠിച്ചില്ലേ, അത് മതി സുമംഗലെ. ഇനി എത്രയും പെട്ടെന്ന് നല്ല ഒരു കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് അയക്കാൻ നോക്ക്. കാലം മാറിയില്ലേ ചിറ്റേ? ഇപ്പോഴത്തെ പെൺകുട്ടികള് കല്യാണം ഒന്നുമല്ല അവരുടെ ജീവിത ലക്ഷ്യമായി കാണുന്നത്. സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി അവർക്ക് ആവശ്യം. ഒരു പുരുഷന്റെ അടിമയായി ജീവിക്കാനൊന്നും ഇന്നത്തെ പെൺകുട്ടികളെ കിട്ടില്ല. എടി, പാത്രം അറിഞ്ഞു വിളമ്പണം. എല്ലാരെയും പോലെയാണോ ഇവള്? കുറച്ചുകൂടി പ്രായം കഴിഞ്ഞാ ഈ ഊമപ്പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആര് വരും? ചിറ്റ വന്നത് ഞാൻ കണ്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും എന്നെ കാണാൻ പറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? നീയും അവനും കൂടി എന്നെ കാണാൻ ചെമ്പകത്തറ വരെ ഒന്ന് വന്നോ? ഇല്ലല്ലോ. അതോ സുമംഗല പറഞ്ഞോ എന്നെ കാണാൻ വരണ്ടെന്ന്? ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പല കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. പല കാരണങ്ങള്. എന്താ ഇത്ര വലിയ കാരണങ്ങള്? എന്നെ കാണാൻ വന്നില്ല, അത് പോട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ? എടി കൊച്ചേ, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഒരു കുഞ്ഞിക്കാല് കാണണ്ടേ? എടി കൊച്ചേ, നിന്നേക്കാൾ ഇളയതാ എന്റെ പേരക്കുട്ടി ഗൗരി. കല്യാണം കഴിഞ്ഞ് 2.5 കൊല്ലം തികച്ച് കഴിഞ്ഞില്ല. അവക്കിപ്പോ 2ാമത്തേത് വയറ്റിലുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നമ്മളാണോ ചിറ്റ തീരുമാനിക്കുന്നത്? അത് ദൈവമല്ലേ? താൻ പാതി ദൈവം പാതി നല്ലേ സുമംഗലേ. അവനവൻ ചെയ്യാനുള്ളത് അവനവൻ ചെയ്യണം. ആദ്യം ഒരു കുഞ്ഞു വേണമെന്ന് മനസ്സ് വേണം. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബത്തിലെ തലമുറകളുടെ വളർച്ച താഴോട്ടാ. ഇങ്ങനെ പോയാ കുടുംബം തന്നെ അന്യം നിന്ന് പോവും.